അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബതിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ നിന്നുള്ള ഈ ക്ലാസുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ സകാത്തുമായി ബന്ധപ്പെട്ട അധ്യായമാണ് ഇവിടെ വിശദീകരിച്ചത്. ഗ്രന്ഥകാരൻ ഫിഖ്ഹിൽ ഇബാദാത്തുകളിൽ ആദ്യം നമസ്കാരം, സ്വലാത്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. പിന്നീട് സകാത്ത്, മൂന്നാമത്തേത് ഇനി അസ്സൗം, നോമ്പ്. ഗ്രന്ഥകാരൻ പറയുന്നത് അസ്സാലിസു അസ്സൗമു വയസ്തമിലു അലാ അർബഅത്തിൻ സ്വായിമുൻ വസൗമുൻ വമുഫ്സിദുൻ ലഹു വമഫ്ഊലുൻ ഫീഹി. അസ്സാലിസു മൂന്നാമത്തേത്, അസ്സൗമു സൗമാകുന്നു അഥവാ നോമ്പാകുന്നു. ഇവിടെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിൽ ഒന്നാമത്തേത് അൽ-അവ്വലു അസ്സലാ, അസ്സാനി രണ്ടാമത്തേത് അസ്സക്കാ, അസ്സാലിസു മൂന്നാമത്തേത് അസ്സൗമു സൗമാകുന്നു. വയസ്തമിലു അലാ അർബഅത്തിൻ, വയസ്തമിൽ സൗം ഉൾക്കൊള്ളുന്നു, അലാ അർബഅത്തിൻ നാല് കാര്യങ്ങളെ, നാല് ഘടകങ്ങളെ. ആ നാലെണ്ണം: സായിമുൻ നോമ്പെടുക്കുന്നവൻ, വസൗമുൻ നോമ്പ്, വമുഫ്സിദുൻ ലഹു നോമ്പിനെ ഫസാദാക്കുന്നത്, അസാധുവാക്കുന്നത്, വമഫ്ഊലുൻ ഫീഹി നോമ്പിൽ പ്രാവർത്തികമാക്കപ്പെടുന്നത്, പ്രയോഗവൽക്കരിക്കപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരധ്യായം നമുക്ക് പഠന വിധേയമാക്കാം. നോമ്പിന്റെ അധ്യായത്തിൽ 4 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അതിൽ ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞത് സ്വായിമുൻ എന്നാണ്, നോമ്പെടുക്കുന്നവൻ. ഗ്രന്ഥകാരൻ പറയുന്നു അമ്മ സ്വായിമു, എന്നാൽ നോമ്പെടുക്കുന്നവൻ, നോമ്പുകാരൻ, ഫഹുവ ഫിൽ വാജിബി വാജിബായ നോമ്പിൽ നോമ്പുകാരൻ ആരാണ്? കുല്ലു മുകല്ലഫിൻ എല്ലാ മുകല്ലഫുമാകുന്നു, ഗൈറ മുസാഫിരിൻ യാത്രക്കാരനല്ലാത്ത, മുസാഫിറല്ലാത്ത, വഹായിദിൻ ഋതുമതിയല്ലാത്ത, വനുഫസാ പ്രസവരക്തമുള്ള സ്ത്രീയും അല്ലാത്ത എല്ലാ മുകല്ലഫുമാകുന്നു. ഇവിടെ കുല്ലു മുകല്ലഫിൻ എന്ന് പറഞ്ഞാൽ, മുകല്ലഫ് നമ്മൾ പറഞ്ഞു തക്ലീഫിനെ കുറിച്ച്, മുകല്ലിഫിനെ കുറിച്ച്, മുകല്ലഫിനെ കുറിച്ച് മുമ്പ്. തക്ലീഫ് അള്ളാഹുവിൽ നിന്നുള്ള വിധി വിലക്കുകൾ ബാധകമാക്കലാണ്. മുകല്ലിഫ് അത് ബാധകമാക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മുകല്ലഫ് ബാധകമാകുന്നവനാണ്. അള്ളാഹുവിൽ നിന്നുള്ള വിധി വിലക്കുകൾ ബാധകമാകുന്നത് നോമ്പിന്റെ വിഷയത്തിൽ മുസ്ലിമായ, ആഖിലായ അഥവാ ബുദ്ധിയുള്ള, ബാലിഗായ, പ്രായപൂർത്തിയെത്തിയ, സഹീഹായ, മുഖീമായ, സഹീഹ എന്ന് പറഞ്ഞാൽ ആരോഗ്യാവസ്ഥയിലുള്ള തദ്ദേശവാസിയായ വ്യക്തിയാകുന്നു. അതാണ് നോമ്പിന്റെ വിഷയത്തിൽ മുകല്ലഫ്, മുസ്ലിം ആയിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും അസ്സിയാം എന്നാണ്. വിശ്വാസികളെ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിച്ചത്. പിന്നെ അല്ല ആഖിൽ ബുദ്ധിയുള്ള, ഭ്രാന്തനോ വാർദ്ധക്യം പൂണ്ട് ചെന്നി ബാധിച്ച് പ്രയാസമുള്ളവനോ നോമ്പ് നിർബന്ധമല്ല, നോമ്പ് അവരിൽ നിന്ന് സാധുവാകുകയുമില്ല. വഅനിൽ മജ്നൂനി ഹത്താ യഅഖിൽ ഭ്രാന്തന് വിധിവിലക്കുകൾ ബാധകമല്ല, അവന് ബോധോദയം ഉണ്ടാകുന്നത് വരെ. ഫിനൽ ബാലിഗ്, ബാലിഗ് പ്രായപൂർത്തി ആയവനാണ്. നിർബന്ധ നോമ്പ്, വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ്, അത് നിർബന്ധമാവുക പ്രായപൂർത്തിയായതിന്റെ മേലാണ്. ഇവിടെ ഗ്രന്ഥകാരൻ നിർബന്ധ നോമ്പിനെ കുറിച്ചും പറഞ്ഞു, നഫലായ ഐച്ഛികമായ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. ഐച്ഛികമായ നോമ്പ് മുമയ്യസായ വകതിരിവെത്തിയ 6 വയസ്സ് പിന്നിട്ട കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും സാധുവാകും. എന്നാൽ ഗ്രന്ഥകാരൻ വാജിബിനെ സംബന്ധിച്ചിടത്തോളം അത് മുകല്ലഫിനാണ് ബാധ്യത. മുകല്ലഫ് പ്രായപൂർത്തിയെത്തിയവനാണ്. പ്രായപൂർത്തിയെത്തിയവനും മുമയ്യസായ, ബാലിഗായവനും മുമയ്യസായവനും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ മുമയ്യസായവനും തമ്മിൽ വ്യത്യാസമുണ്ട്. വകതിരിവെത്താൻ 6 വയസ്സ് പിന്നിട്ടാൽ മതി, പക്ഷെ പ്രായപൂർത്തിയാകുവാൻ ആ പ്രായം പിന്നിട്ടാൽ പോരാ. ഗ്രന്ഥകാരന്റെ ശൈലി നിർബന്ധ നോമ്പിന് റമദാൻ മാസത്തിന് പ്രായപൂർത്തിയാകണം, എന്നാൽ പ്രായപൂർത്തിയെത്താത്തവനും ഐച്ഛിക നോമ്പ് ആകാം എന്നുള്ളതാണ്. പക്ഷേ കുട്ടികളെ കൊണ്ട്, ചെറുമക്കളല്ല, വകതിരിവെത്തിയ മക്കളെ കൊണ്ട് നോമ്പ് ശീലിപ്പിക്കാവുന്നതാണ്. അത് നിർബന്ധ നോമ്പിന്റെയും ഐച്ഛിക നോമ്പിന്റെയും ഒക്കെ വിഷയത്തിൽ നമ്മുടെ ഗ്രന്ഥകാരൻ ഐച്ഛിക നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വകതിരിവെത്തിയ മുമയ്യിസായ കുട്ടികൾക്ക് ആകാം എന്നുള്ളിടത്താണ്. തെളിവുകൾ നോക്കുമ്പോൾ റുബയ്യ ബിന്തു മുഅവ്വിദ് റളിയല്ലാഹു തആല അൻഹ
ആശൂറ നോമ്പ് നിർബന്ധമായിരുന്ന കാലഘട്ടത്തിൽ ആശൂറ നോമ്പ് ആദ്യം നിർബന്ധമായിരുന്നു, പിന്നീട് ആശൂറ നോമ്പിനെ സുന്നത്ത് നോമ്പാക്കുകയാണ് ഉണ്ടായത്. റുബയ്യ റളിയല്ലാഹു തആല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശൂറ ദിനം രാവിലെ അൻസാരികളുടെ ഗ്രാമങ്ങളിലേക്ക് ദൂതന്മാരെ നിയോഗിച്ചു. എന്നിട്ട് മൻ അസ്ബഹ മുഫ്തിറൻ ഫല്യുതിമ ബഖിയത യൗമിഹി വമൻ അസ്ബഹ സായിമൻ ഫല്യസും. ഇന്നേ ദിനം ആരാണോ നോമ്പ് ഇല്ലാതെ പ്രഭാതത്തിൽ പ്രവേശിച്ചത് അവൻ ബാക്കിയുള്ള പകൽ സമയം നോമ്പായി പൂർത്തീകരിക്കട്ടെ, നോമ്പെടുത്തവർ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് പറയണ്ടായി. അങ്ങനെ റുബയ്യ പറയുകയാണ്, ഫകുന്നാ നസൂമുഹു ബഅദു വനുസവ്വിമു സിബിയാനന. അതിൽ പിന്നെ ഞങ്ങൾ ആശൂറയിൽ നോമ്പെടുക്കും, ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുകയും ചെയ്യും, കുട്ടികളെ കൊണ്ട് ഞങ്ങൾ നോമ്പെടുപ്പിക്കുകയും ചെയ്യും. വനജഅൽ ലഹുമുൽ ലുഅബത മിനൽ ഇഹ്ൻ. പരുത്തി കൊണ്ട് ഞങ്ങൾ കളിപ്പാട്ടമുണ്ടാക്കി സാധനം ഉണ്ടാക്കിയിട്ട് അവർക്ക് നൽകും, നിശ്ചയിക്കും. ഫഇദാ ബക അഹദുഹും അല തആമി. ഭക്ഷണത്തിനു വേണ്ടി അവരിൽ ആരെങ്കിലും കരഞ്ഞാൽ അഅതൈനാഹു ദാക, ഞങ്ങൾ ഈ കളിപ്പാട്ടം അവന് നൽകും. ഹത്താ യകൂന ഇൻദൽ ഇഫ്താർ. നോമ്പെടുക്കുന്നത് വരെ അതവന്റെ അടുക്കലായിരിക്കും എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ വനസ്നഉ ലഹുമുൽ ലുഅബത മിനൽ ഇഹ്ൻ ഫനദ്ഹബ് ബിഹി മഅന ഫഇദാ സഅലൂന തആം അഅതൈനാഹുമുൽ ലുഅബത തുൽഹീഹിം ഹത്താ യതിമു സൗമഹും. കുട്ടികൾക്ക് കളിപ്പാട്ടം ഉണ്ടാക്കി കൊടുക്കും, പിന്നെ ഭക്ഷണം ചോദിക്കുകയാൽ ഞങ്ങൾ കളിപ്പാട്ടം നൽകും, അങ്ങനെ അതവരെ അശ്രദ്ധമാക്കും നോമ്പ് പൂർത്തിയാക്കുവോളം എന്നാണ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, വൽ ജുംഹൂർ അലാ അന്നഹു ലാ യജിബു അലാ മൻ ദൂനൽ ബുലൂഗ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നോമ്പ് നിർബന്ധമാകില്ല എന്നാണ്. വസ്തഹബ ജമാഅത്ത് മിന സലഫ് മിൻഹും ഇബ്നു സിരീൻ വസ്സുഹ്രിയു. പ്രായപൂർത്തി എത്താത്തവർ നോമ്പെടുക്കുന്നത് പ്രതിഫലാർഹമാണ് എന്ന് ഒരു സംഘം പൂർവികർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇബ്നു സിരീൻ, സുഹ്രിയെ പോലുള്ളവരൊക്കെ അതിൽപ്പെട്ടവരാണ്. വഖാല ബിഹി ഷാഫിഈ. ഇമാം ഷാഫിഈയും ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അന്നഹും യുമറൂന ബിഹി ലിതംരീൻ അലൈഹി ഇദാ തഖൂഹു. നോമ്പെടുക്കാൻ അവർക്ക് സാധിച്ചാൽ നോമ്പ് ശീലിക്കുവാൻ കുട്ടികൾ നോമ്പെടുക്കാൻ കൽപ്പിക്കപ്പെടണം. വഹദ്ദഹു അസ്ഹാബുഹു ബിസ്സബ്ഇ വൽ അശ്രി കസ്സലാ. നോമ്പ് ശീലിക്കുവാൻ നോമ്പെടുപ്പിക്കാൻ കൽപ്പിക്കപ്പെടേണ്ട പ്രായം ഷഫഈ ഫുഖഹാക്കൾ 7, 10 വയസ്സൊക്കെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വഹദ്ദഹു ഇസ്ഹാഖ് ബി 12 സന. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി അത് 12 വയസ്സായും, അഹ്മദ് ഫി റിവായത്തിൻ, ഇമാം അഹ്മദ് ഒരു റിവായത്തിൽ ബി അശ്രി സിനീൻ 10 വർഷമായും നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. ഏതായാലും ഇവിടെ നിർബന്ധ നോമ്പായാലും ഐച്ഛിക നോമ്പായാലും മുമയ്യിസായ കുട്ടികൾ അവർക്ക് നോമ്പ് എടുക്കാം, നോമ്പ് അവരെ ശീലിപ്പിക്കാം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഗ്രന്ഥകാരൻ നോമ്പെടുക്കേണ്ടവൻ അമ്മസ്സായിമു ഫഹുവ ഫിൽ വാജിബി. നിർബന്ധ നോമ്പിൽ അവൻ കുല്ലു മുകല്ലഫിൻ, എല്ലാ മുകല്ലഫുമാകുന്നു. മുകല്ലഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിമായ, ബാലിഗായ, ആഖിലായ വ്യക്തിയുമാണ്. അതേപോലെ നോമ്പിന്റെ വിഷയത്തിൽ സഹിഹായ, രോഗിയല്ലാത്ത വ്യക്തിയാണ്. ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞു ഗൈറ മുസാഫിരിൻ, മുസാഫിറല്ലാത്ത. അപ്പൊ മുസാഫിറിന് നോമ്പ് നിർബന്ധമല്ല എന്നുള്ളതാണ്. മുസാഫിർ നോമ്പെടുത്താൽ നോമ്പ് സാധുവാവുകയില്ലേ? നോമ്പ് സാധുവാകും, നോമ്പ് സ്വീകാര്യമാകും. പക്ഷെ മുസാഫിറിന്റെ മേൽ നോമ്പ് നിർബന്ധമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ, രോഗിയായാൽ അല്ലെങ്കിൽ യാത്രയിലായാൽ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖറ എന്നാണ്. തത്തുല്യ നാളുകൾ പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ സഹാബത്ത് നോമ്പ് എടുക്കുന്നവരായി, യാത്രക്കാരായി നോമ്പെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അപ്രകാരം ചെയ്തിട്ടുണ്ട്. നോമ്പെടുക്കുന്നവർ നോമ്പെടുക്കാത്തവരെയോ നോമ്പെടുക്കാത്തവർ നോമ്പെടുക്കുന്നവരെയോ ആക്ഷേപിച്ചിരുന്നില്ല എന്നൊക്കെ നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. പക്ഷേ യാത്രയിൽ നോമ്പ് ക്ലേശപൂർണമായാൽ, പ്രയാസകരമായി, ആളുകൾക്ക് അപകടം പിണയുമെന്ന അവസ്ഥ വന്നു, അപ്പോൾ നോമ്പ് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രക്കാർ നോമ്പെടുത്ത് അപകടം പിണയുമാർ നോമ്പ് തുടർത്തിയവരെ കുറിച്ച് പുണ്യാളന്മാർ എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലായിക്കൽ ഉസ, അവർ ധിക്കാരികളാണ് എന്നാണ് പറഞ്ഞത്. ലൈസ മിനൽ ബിർരി അസിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കൽ പുണ്യമല്ല എന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. അതൊക്കെ ദീനൊരിക്കലും ആളുകൾക്ക് അപകടം ഉദ്ദേശിക്കുന്നേയില്ല. അദ്ദററു യുസാൽ എന്നുള്ളത് അടിസ്ഥാന ഖായിദയാണ്, തത്വമാണ്. അപകടം അത് നീക്കപ്പെടണം, പോക്കപ്പെടണം എന്നുള്ളതാണ്. അപകടം കൊണ്ടുവരിക എന്നുള്ളത് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അപകടം വരും വിധമുള്ള അവസ്ഥയാണ് യാത്രയിലെങ്കിൽ നോമ്പ് പാടുള്ളതല്ല എന്നാണ്. ഗ്രന്ഥകാരൻ പറയുന്നു കുല്ലു മുകല്ലഫിൻ ഗൈറ മുസാഫിരിൻ വഹായിദിൻ വനുഫസാ.
യാത്രക്കാരല്ലാത്ത, അതേപോലെ വഹായിദിൻ ഋതുമതിയുമല്ലാത്ത, വനുഫസാ പ്രസവരക്തമുള്ള സ്ത്രീയും അല്ലാത്ത എല്ലാ മുക്കല്ലഫുമാകുന്നു നിർബന്ധ നോമ്പിൽ സായിം നോമ്പെടുക്കേണ്ടവൻ. ഋതുമതി അതുപോലെ പ്രസവരക്തമുള്ള സ്ത്രീ ഋതുമതിയുടെ അതേ വിധിയിലാണ് എല്ലാ വിഷയങ്ങളിലും. ഋതുമതിയെ സംബന്ധിച്ചിടത്തോളം മുആദ് അൽ അദവിയ പ്രസിദ്ധ താബിഈയത്താണ്, സഹാബികളുടെ ശിഷ്യഗണങ്ങളിൽ പെട്ടവരാണ്. ഈ മുആദ് അൽ അദവിയ അവർ പറയുകയാണ്, സഅൽതു ആയിഷത, ഞാൻ ആയിഷയോട് ചോദിച്ചു, മാ ബാലുൽ ഹായിദ് തഖ്ലി സ്സൗം വലാ തഖ്ലി സ്വലാഹ്, ഋതുമതി എന്തുകൊണ്ട് നോമ്പ് വീട്ടുന്നു, നമസ്കാരം വീട്ടുന്നില്ല? ഫഖാലത്ത്, അപ്പോൾ ആയിഷ ചോദിച്ചു, ആ ഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയത്താണോ എന്ന് പറഞ്ഞാൽ ഖവാരിജികളിൽപ്പെട്ട സ്ത്രീയാണോ? ഇങ്ങനെ ഈ ചോദ്യം ഈ രീതിയിൽ ചോദിച്ചപ്പോൾ അതിൽ ആയിഷയുടെ പ്രതികരണമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ലസ്തു ബി ഹറൂറിയത്തിൻ വലാകിന്നി അസ്അൽ, ഞാൻ ഹറൂറിയ സ്ത്രീയല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, കാന യുസീബുനാ ദാലിക് ഫനുഅ്മറു ബിഖളാഇ സ്സൗം വലാ നുഅ്മറു ബിഖളാഇ സ്വലാഹ്, ഞങ്ങൾക്ക് ഋതുരക്തമേൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഋതുരക്തമേറ്റ നാളിൽ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവീട്ടാൻ കൽപ്പിക്കപ്പെടുമായിരുന്നു, നമസ്കാരം നോറ്റുവീട്ടാൻ കൽപ്പിക്കപ്പെടുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഋതുമതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഇല്ല, പാടുള്ളതല്ല. പ്രത്യുത അവർ ആ നോമ്പ് എത്ര നാളുകളാണ് നഷ്ടമായത് പിന്നീട് നോറ്റുവീട്ടുകയാണ് വേണ്ടത്. ഋതുമതിയുടെ അതേ വിഷയമാണ് പ്രസവരക്തമുള്ള സ്ത്രീയുടേതും. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ അൽ മുഗ്നിയിൽ പറഞ്ഞു, വഹുക്മുൻ നുഫസാഇ ഹുക്മുൽ ഹായിദ്, പ്രസവരക്തമുള്ള സ്ത്രീയുടെ വിധി ഋതുമതിയായ സ്ത്രീയുടെ വിധിയാണ്. ഫി ജമീഇ മാ യഹ്റുമു അലൈഹ, അവളുടെ മേൽ ഹറാമാകുന്ന എല്ലാ വിഷയത്തിലും, വയസ്ഖുതു അൻഹ, അവളിൽ നിന്ന് വിധി ഇല്ലാതായി പോകുന്ന വിഷയത്തിലും. ലാ നഅലമു ഫി ഹാദാ ഖിലാഫൻ, ഈ വിഷയത്തിൽ ആർക്കെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് നമുക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വദമുൻ നിഫാസി യംനഉ മാ യംനഉ മിൻഹു ദമുൽ ഹൈദ്, ഋതുരക്തം തടയുന്നതെന്തോ അതെല്ലാം പ്രസവരക്തവും തടയും വിലക്കും. ഹാദാ ലാ ഖിലാഫ ഫീഹി അൻ അഹദിൻ, ഈ വിഷയത്തിൽ ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതേ പറഞ്ഞു, വഹുക്മുഹു ഹുക്മുൽ ഹൈദ് ഫി കുല്ലി ഷൈഇൻ, പ്രസവരക്തത്തിന്റെ വിധി ആർത്തവരക്തത്തിന്റെ വിധിയാകുന്നു എല്ലാ വിഷയത്തിലും. ലിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ആയിഷത, ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനഫിസ്തി, ഖാലത് നഅം, അനഫിസ്തി, നിങ്ങൾക്ക് നിഫാസ് ഉണ്ടായോ? നമുക്കറിയാം ആയിഷ റളിയല്ലാഹു തആല ഒരിക്കലും പ്രസവിച്ചിട്ടില്ലല്ലോ. അവർക്ക് ഋതുരക്തം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചത് അനഫിസ്തി എന്നാണ്. ഖാലത് നഅം, അതേ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഹൈദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഫാസ് എന്നാണ് പറഞ്ഞു വരുന്നത് ഋതുമതി അതിന്റെ അതേ ഹുക്കുമാണ് നുഫസ, പ്രസവരക്തമുള്ള സ്ത്രീയുടെ ഹുക്കും എന്നുള്ളതാണ്. അവർക്ക് നോമ്പ് പാടുള്ളതല്ല. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ, അലൈസ ഇദാ ഹാദത് ലം തുസല്ലി വലം തസും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഒരു സ്ത്രീ അവൾ ഋതുമതിയായാൽ നമസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നുമില്ല, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ബല, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദാലിക മിൻ നുഖ്സാനി ദീനിഹ, അതാണ് അവരുടെ ദീനിൽ കുറവിൽപ്പെട്ടത് എന്ന് പറയുകയുണ്ടായി. ഏതായാലും നമ്മുടെ ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നത് നോമ്പ് 4 കാര്യങ്ങളെ, സൗം എന്ന വിഷയം 4 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. അതിൽ ഒന്നാമത്തേത് സായിം, നോമ്പെടുക്കുന്നവൻ, നോമ്പുകാരൻ. ആ സായിം അമ്മ സായിമു, നോമ്പുകാരൻ, നോമ്പെടുക്കുന്നവൻ, ഫഹു ഫിൽ വാജിബി, നിർബന്ധ നോമ്പിൽ അവൻ ആരാണ്? കുല്ലു മുകല്ലഫിൻ ഗൈറ മുസാഫിരിൻ വഹായിദിൻ വനുഫസാ, പ്രസവരക്തമുള്ള സ്ത്രീയോ ഋതുമതിയോ യാത്രക്കാരനോ അല്ലാത്ത എല്ലാ മുകല്ലഫുമാകുന്നു എന്ന് പറഞ്ഞാൽ വിധി വിലക്കുകൾ ബാധകമാകുന്ന മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള ആരോഗ്യവാനായ എല്ലാ വ്യക്തികളുമാകുന്നു എന്നാണ് ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത്. വഫിൻ നഫ്ലി, നഫ്ലിൽ നോമ്പുകാരൻ, വാജിബിൽ ആരാണെന്ന് പറഞ്ഞു. ഇനി നഫ്ലിൽ, നഫിൽ എന്ന് പറഞ്ഞെങ്കിൽ വാജിബിനപ്പുറം ഐച്ഛികമായ നോമ്പുകളാണ്. നഫിലത്ത് ഫർദിനപ്പുറം ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങൾക്കാണ് പറയുന്നത്. നമസ്കാരത്തിന്റെ വിഷയത്തിലായാലും നോമ്പിന്റെ വിഷയത്തിലായാലും ഒക്കെ
നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷൈഇൻ മിനൻ നവാഫിലി അസ്റഅ മിൻഹു ഇല റകഅതൈനി ഖബ്ല അൽ ഫജ്ർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാഫിലത്തിൽ ഏറ്റവും കൂടുതൽ ധൃതി കാണിച്ചിരുന്നത്, തിരക്ക് കൂട്ടിയിരുന്നത് ഫജ്റിന് മുമ്പുള്ള 2 റകഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിലായിരുന്നു എന്നാണ്. അപ്പോൾ ഈ നാഫിലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങളാണ്. അത് നോമ്പിൽ വിശുദ്ധ റമദാൻ മാസത്തെ നോമ്പ് അത് ഫറദാണ്. അതല്ലാതെയുള്ള നോമ്പുകൾ, ഇപ്പോൾ നേർച്ച നോമ്പുകളും ഖളാ വീട്ടേണ്ട നോമ്പുകളും കഴിച്ച് ബാക്കിയുള്ള നോമ്പുകൾ അതിന് നാഫിലത്ത് എന്ന് പറയും. ഇവിടെ ഗ്രന്ഥകാരൻ നഫ്ലിന്റെ വിഷയത്തിൽ, അതായത് വഫിൻ നഫ്ലിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ലാത്ത ഐച്ഛിക നോമ്പുകളുടെ വിഷയത്തിൽ ആരാണ് സ്വായിം? അദ്ദേഹം പറയുന്നത് കുല്ലു മുമയ്യിസിൻ ആഖിലിൻ, എല്ലാ മുമയ്യിസും ആഖിലുമായവനാണ്. മുമയ്യിസ് എന്ന് പറഞ്ഞാൽ വകതിരിവെത്തിയവൻ, ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ. തമീസിന്റെ പ്രായം 7 വയസ്സ് മുതലാണ്. 6 വയസ്സ് പിന്നിട്ടാൽ ഒരാൾക്ക് തമീസായി, വകതിരിവ് ആയി. അപ്പൊ കുല്ലു മുമയ്യിസിൻ ആഖിലിൻ, ബുദ്ധിയുള്ള എല്ലാ മുമയ്യിസും നഫ്ലിൽ സുന്നത്ത് നോമ്പിൽ സായിമാകുന്നു, നോമ്പെടുക്കാമെന്നാണ്. ഗൈറ ഹായിദിൻ വനുഫസാഅ, അവിടെയും ഋതുമതിയല്ലാത്ത പ്രസവരക്തമുള്ള സ്ത്രീ അല്ലാത്ത എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് നഫ്ല് നോമ്പ് അത് ഋതുമതി ആയാലും പാടില്ല, പ്രസവരക്തമുള്ള സ്ത്രീ ആയാൽ പാടുള്ളതല്ല. അവരൊഴികെയുള്ള എല്ലാ മുമയ്യിസ് ആഖിൽ, പകതിരിവുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും നഫ്ലിൽ നോമ്പുകാരനാകാം എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. രണ്ടാമത്തെ ഘടകം അത് സൗമാണ്, നോമ്പ്. അതായത് സൗം എന്ന വിഷയം 4 വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞല്ലോ. അല്ലെ സ്വായിം അത് നമ്മൾ പറഞ്ഞു. ഇനി ഗ്രന്ഥകാരൻ പറയുന്നത് സൗമിനെ കുറിച്ചാണ്. വ അമ്മ സൗമു, രണ്ടാമത്തെ ഘടകമായ സൗം, ഫഹുവ സലാസത്തു അഖ്സാമിൻ, അത് 3 ഇനമുണ്ട്. സൗം 3 ഇനമാണ്, 3 തരമാണ്, 3 വകുപ്പുകളാണ്. ഏതൊക്കെയാണവ? ഫർദുൻ വഹുവ റമദാനു, വവാജിബുൻ വഹുവൽ മൻദൂറു വഖദാഉ റമദാൻ, വസുന്നത്തുൻ വഹുവ മുത്ലഖുൻ, വഹുവ കുല്ലു സൗമിൻ ലൈസ ബിമൻദൂരിൻ വലാ ഖദാഇൻ വഖഅ ഫീ സമാനിൻ ലാ യുക്റഹു സൗമുഹു വലാ യഹ്റുമു. അമ്മ സൗം, എന്നാൽ സൗം വഹുവ സലാസത്തു അഖ്സാം, അത് 3 വകുപ്പുകളാകുന്നു. ഒന്ന് ഫർദുൻ, ഫർദ് നോമ്പ്. നോമ്പ് 3 ഐറ്റം ഉണ്ട്. ഒന്നാമത്തേത് ഫർദ്, രണ്ടാമത്തേത് വാജിബ്, മൂന്നാമത്തേത് സുന്നത്ത്. ഇതാണ് ഗ്രന്ഥകാരന്റെ തരംതിരിക്കൽ. ഫർദുൻ എന്ന് പറഞ്ഞാൽ വഹുവ റമദാനു, അത് റമദാനിലെ നോമ്പാണ്. വിശുദ്ധ റമദാൻ മാസത്തിലെ 30 നോമ്പുകൾ അല്ലെങ്കിൽ 29 നോമ്പുകൾ, അതാണ് ഫർദ് നോമ്പുകൾ. രണ്ടാമത്തെ തിരിക്കൽ വവാജിബുൻ, വാജിബായ നോമ്പുമാകുന്നു. വാജിബായ നോമ്പ് എന്ന് പറഞ്ഞാൽ വഹുവൽ മൻദൂറു, അതാകുന്നു നേർച്ചയാക്കപ്പെട്ട നോമ്പ്. മൻദൂർ എന്ന് പറഞ്ഞാൽ നദറ, അതിൽ നിന്നാണ് മൻദൂർ, നേർച്ചയാക്കപ്പെട്ട നോമ്പ്. നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായി? നോമ്പ് നിർബന്ധമായി. ഇപ്പോൾ ഒരു സാധാരണ തിങ്കളാഴ്ചയിലെ നോമ്പ് സുന്നത്താണ്. ഒരാളെ നേർച്ചയാക്കിയാൽ അത് വാജിബായി. ഇതേപോലെ സാധാരണ ഒരു ദിവസം നോമ്പെടുക്കൽ അനുവദനീയമാണ്. ഹറാമല്ലാത്ത ദിവസങ്ങളിൽ ഒരാൾ അനുവദനീയമായ ദിവസം നോമ്പെടുക്കൽ നേർച്ചയാക്കിയാൽ അത് വാജിബായി. അതുപോലെ വഖദാഉ റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റുവീട്ടൽ, റമദാനിൽ ഒരാൾക്ക് നോമ്പ് നഷ്ടമായി, അത് നോറ്റുവീട്ടൽ വാജിബാണ്. ഇവിടെ ഫർദും ഒരു ഇനമാണ്, വാജിബ് മറ്റൊരു ഇനാണ്. റമദാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ച് ഫർദ് എന്ന് പറഞ്ഞു, റമദാൻ ഖദാ വീട്ടലും നേർച്ചയാക്കപ്പെട്ട നോമ്പും വാജിബ് എന്ന് പറഞ്ഞു. എന്താണ് ഇങ്ങനെ തരംതിരിക്കാൻ കാരണം? എന്തുകൊണ്ട് ഇങ്ങനെ ഫുഖഹാക്കൾ തരംതിരിക്കുന്നു നോമ്പിനെ? ഈ ഫർദും വാജിബും ഇങ്ങനെ തരംതിരിക്കുന്നതിൽ ഫുഖഹാക്കൾ ഉദ്ദേശിക്കുന്നത്, റമദാൻ മാസത്തിലെ നോമ്പ് അത് ആ നോമ്പ് എടുക്കുക തന്നെ വേണം, അതിന് പകരം മറ്റൊന്ന് പരിഹാരമായി പറ്റൂല, നോമ്പെടുക്കുക തന്നെ വേണം. അപ്പോൾ പകരം പരിഹാരമായി സ്വീകരിക്കപ്പെടാതെ നോമ്പ് തന്നെ നിർവഹിക്കേണ്ടതിനാണ് ഫർദ് എന്ന് പറയുക. എന്നാൽ നോമ്പ് എടുത്തില്ലെങ്കിലും പകരമായി പരിഹാരം പാടുള്ളതിന് വാജിബ് എന്ന് പറയും. നേർച്ചയാക്കപ്പെട്ട നോമ്പ് ഒരാൾക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ നോമ്പിന് പകരം സത്യം ചെയ്തത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം ഉണ്ടല്ലോ, 10 മിസ്കീന്മാർക്കുള്ള ഭക്ഷണം, വസ്ത്രം, അല്ലെങ്കിൽ അടിമമോചനം, ഈ 3 ലഭിച്ചില്ല എങ്കിൽ പിന്നെ 3 ദിവസം നോമ്പെടുക്കുന്ന വിഷയം. അപ്പോൾ ഈ നേർച്ച നേർന്ന നോമ്പ് നോൽക്കാൻ പറ്റിയില്ല എങ്കിൽ അതിന് പ്രായശ്ചിത്തണ്ട്, പകരം നൽകാം. അങ്ങനെ പകരം നൽകി പരിഹരിക്കാവുന്ന നോമ്പാണ് നേർച്ച നേർന്ന നോമ്പ്. അപ്പം അത്തരം നോമ്പുകളെ വാജിബ് എന്ന ഗണത്തിലും
റമദാൻ മാസത്തിലെ നോമ്പ്, ആ നോമ്പ് ബാധ്യതയായവർ നോമ്പായിട്ട് തന്നെ നിർവഹിക്കണം. പകൽ മുഴുവൻ വ്രതം ആചരിച്ച് നോമ്പായിട്ട് തന്നെ അത് നോൽക്കണം. അത്തരം പകരം പാടില്ലാതെ അത് തന്നെ നോറ്റു വീട്ടേണ്ട അവസ്ഥയിലുള്ളതിന് ഫർദെന്നും ഫുഖഹാക്കൾ അങ്ങനെ 2 തരമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഗ്രന്ഥകാരൻ അതുകൊണ്ടാണ് സൗം നോമ്പിനെ ഫർദെന്നും വാജിബെന്നും തരംതിരിച്ചത്. പിന്നെ വസുന്നത്തുൻ നോമ്പിന്റെ 3ാമത്തെ ഇനം അത് സുന്നത്തായിട്ടുള്ള നോമ്പുകളാണ്. വഹുവ മുത്തലഖുൻ. ആ സുന്നത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് മുത്തലഖായി നിരുപാധികം. ഇപ്പൊ അറഫ നോമ്പുണ്ട്, ആഷൂറ നോമ്പുണ്ട്, തസുഅ നോമ്പുണ്ട്, തിങ്കൾ വ്യാഴം നോമ്പുകളുണ്ട്, അയ്യാമുൽ ബീദിന്റെ നോമ്പുകളുണ്ട്, ഷവ്വാലിലെ 6 നോമ്പുകളുണ്ട്. ഇതെല്ലാം സുന്നത്ത് എന്ന ഗണത്തിലാണ്. അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്നത്. വഹുവ മുത്തലഖുൻ, വഹുവ മുത്തലഖായ നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുല്ലു സൗമിൻ ലൈസ ബിമൻസൂർ, നേർച്ചയാക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ നോമ്പുകളുമാണ്. വല ഖദാഇൻ, ഖദാആയി നിർവഹിക്കാത്ത എല്ലാ നോമ്പുകളുമാണ്. ഖദാ അല്ലാത്ത, മൻസൂർ അല്ലാത്ത എല്ലാ നോമ്പും എന്നാണ്. മൻസൂർ എന്ന് പറഞ്ഞാൽ നേർച്ചയാക്കപ്പെട്ടത്. ഇപ്പൊ നേർച്ചയാക്കപ്പെടാത്ത ലൈസ ബി മൻസൂറിൻ എല്ലാ നോമ്പുമാണ്. വല ഖദാഇൻ, ഖദാ അല്ലാത്ത നോമ്പുമാണ്. ഖദാ അല്ലാത്ത പറഞ്ഞാൽ റമദാൻ മാസത്തിൽ നോറ്റു വീട്ടാൻ ഉള്ളവർ അവരുടെ നോമ്പ് സുന്നത്തല്ല. അതുകൊണ്ടാണ് വല ഖദാഇൻ, ഖദാ അല്ലാത്ത എല്ലാ നോമ്പുമാണ് സുന്നത്തായ നോമ്പുകൾ. വഖഅ ഫി സമാനിൻ, ആ നോമ്പ് സംഭവിച്ചിരിക്കണം. ഫി സമാനിൻ, ഒരു കാലത്ത്. ഏത് കാലം? ലാ യുക്റഹു സൗമുഹു, സൗമ് മക്രൂഹാക്കപ്പെടാത്ത, വെറുക്കപ്പെടാത്ത, വല യഹ്റുമു, ഹറാമാക്കപ്പെടാത്ത. അപ്പൊ നോമ്പ് കറാഹത്താക്കപ്പെടാത്ത, വെറുക്കപ്പെടാത്ത, വല യഹ്റുമു, ഹറാമാക്കപ്പെടാത്ത കാലത്ത് സംഭവിക്കുന്ന, വഖഅ ഫി സമാനിൻ സംഭവിക്കുന്ന ഖദാ അല്ലാത്ത, മൻസൂർ അല്ലാത്ത എല്ലാ നോമ്പും അതാകുന്നു സുന്നത്ത് നോമ്പ് എന്നാണ്. നമുക്കറിയാം നോമ്പ് കറാഹത്താക്കപ്പെടുന്ന കാലുണ്ട്, അതേപോലെ നോമ്പ് ഹറാമാക്കപ്പെടുന്ന കാലമുണ്ട്. ഗ്രന്ഥകാരൻ ഇവിടെ കറാഹത്താക്കപ്പെടുന്ന നോമ്പിനെ കുറിച്ച് പറഞ്ഞു. അതാണ് തുടർന്ന് പറയുന്നത്. ഫൽ മക്രൂഹു, നോമ്പ് കറാഹത്താക്കപ്പെടുന്നത് മിസ്ല ഇഫ്രാദുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ മാത്രം. ഇഫ്രാദുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ നോമ്പിന് മാത്രമാക്കുക, തനിച്ചാക്കുക. വസ്സബ്ത്, ശനിയാഴ്ചയും. വൻ നൈറൂസ്, നൈറൂസിനും അതേപോലെ മഹ്റജാനിനും നോമ്പ് പ്രത്യേകമാക്കുക. അത് മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. വൽ മുഹറമു, ഹറാമാക്കപ്പെട്ട നോമ്പ് മിസ്ല യൗമൈ അൽ ഈദൈൻ വ അയ്യാമി തശ്രീഖ്, 2 പെരുന്നാൾ ദിവസങ്ങൾ, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ ദിവസങ്ങൾ, അതേപോലെ അയ്യാമു തശ്രീഖിന്റെ ദിവസം നോമ്പെടുക്കൽ പോലുള്ളതൊക്കെ ഹറാമാക്കപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് ഹറാമാക്കപ്പെട്ട ദിവസവും അതേപോലെ കറാഹത്താക്കപ്പെട്ട ദിവസവും അല്ലാത്ത, ഖദാഇന്റെയും നേർച്ചയുടെയും അല്ലാത്ത എല്ലാ നോമ്പും സുന്നത്താകുന്നു എന്നാണ്. അപ്പോൾ വസുന്നത്തുൻ, 3ാമത്തെ ഇനം വകുപ്പ് സുന്നത്തായ നോമ്പുകളാണ്. വഹുവ മുത്തലഖുൻ, ഈ സുന്നത്തായ നോമ്പ് മുത്തലഖായവയാകുന്നു. മുത്തലഖായവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രത്യേകം, ഇപ്പൊ ആഷൂറ നോമ്പ് മുത്തലഖല്ല, മുഖയ്യദാണ്. അത് ആഷൂറ ദിവസത്തിന് പ്രത്യേകമാണ്. താസുഅ മുഖയ്യദാണ്, മുഹറം 9-ന്. അപ്രകാരം 6 നോമ്പ് മുഖയ്യദാണ്. ഷവ്വാൽ മാസത്തിലെ 6 നോമ്പ് മുഖയ്യദാണ്. അതേപോലെ തിങ്കളാഴ്ച, വ്യാഴാഴ്ച, എല്ലാ മാസത്തിലെയും 3 നോമ്പ്, പിന്നെ മുഹറം ഷഅബാൻ മാസത്തിലെ നോമ്പ്, അറഫ നോമ്പ്, ഇതൊക്കെ മുഖയ്യദായ നോമ്പുകളാണ്, മുത്തലഖല്ല. മുത്തലഖായ നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് ഹറാമായ ദിവസങ്ങളുണ്ട്, നോമ്പ് കറാഹത്തായ ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങളിലല്ലാതെ ഖളാ വീട്ടുന്ന നോമ്പുമല്ല, നേർച്ചയാക്കപ്പെട്ട നോമ്പും അല്ലാത്ത ഇതര നോമ്പുകളെല്ലാമാണ് ഉദ്ദേശം. കുല്ലു സൗമിൻ ലൈസ ബിമൻസൂരിൻ വലാ ഖദാഇൻ വഖഅ ഫീ സമാനിൻ ലാ യുക്റഹു സൗമുഹു വലാ യഹ്റുമു. ഇവിടെ ഗ്രന്ഥകാരൻ ഫൽ മക്റൂഹു മിസ്ല ഇഫ്രാദിൽ ജുമുഅ വസബ്ത്, ശനിയാഴ്ച ദിവസത്തെ നോമ്പെടുക്കാൻ പ്രത്യേകമാക്കുന്നത് പോലെ എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ മക്റൂഹായ നോമ്പിന്റെ ഇതായിട്ട് പറഞ്ഞു. വൻ നൈറൂസ് വൽ മഹ്റജാൻ, നൈറൂസും മഹ്റജാനിലും നോമ്പെടുക്കുക, അത് മക്രൂഹാണ് എന്ന് പറഞ്ഞു. ഈ നൈറൂസ് മഹ്റജാൻ എന്ന് പറഞ്ഞു, നൈറൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറൂസ് മഹ്റജാൻ ഇത് 2 ആഘോഷ നാളുകളായിരുന്നു, പേർഷ്യക്കാരുടെ ആഘോഷ നാളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ഈ 2 ദിവസങ്ങളിലായിരുന്നു മദീനക്കാർ ആഘോഷം നടത്തിയിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു പകരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും പകരം നിശ്ചയിച്ച് നൽകിയത്. നൈറൂസ് വസന്തകാലം പിറക്കൊള്ളുന്ന ആദ്യ ദിവസത്തിനാണ് പറയുക.
മഹ്റജാൻ ഈ ഹേമന്തകാലം അതിന്റെ പ്രഥമ ദിനത്തിനാണ് പറയുക. അതിന് രണ്ടിനെയും ഈ മജൂസികൾ ആഘോഷനാളുകളായി ആദരിച്ചിരുന്നു. അപ്പോൾ അതിനോട് മുസ്ലിമീങ്ങൾ ആദരവിൽ സദൃശരാകാതിരിക്കാനാണ് നോമ്പെടുക്കുന്നത് വെറുക്കപ്പെട്ടതായിട്ട് ഫുഖഹാക്കൾ പലരും പറയുകയുണ്ടായത്. ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് ഈ ദിവസത്തിൽ നോമ്പെടുക്കുന്നത് മക്രൂഹാണോ അല്ലേ എന്നുള്ള വിഷയം. ഏതായാലും ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ മക്രൂഹായ നോമ്പിന് ഉദാഹരണമായിട്ടാണ് നെഹ്റൂസിനെയും മഹ്റൂദിനെയും ആ ദിവസങ്ങളിൽ നോമ്പുകളെ എണ്ണിയിട്ടുള്ളത്. വിഷയം ഈ സുന്നത്ത് നോമ്പിന്റെ വകുപ്പിൽ മുത്തലക്കായവയുണ്ട്. ആ മുത്തലക്കായവ ഏത് എന്ന് പറഞ്ഞപ്പോൾ ഗ്രന്ഥകാരൻ പറഞ്ഞു, നേർച്ചയാക്കപ്പെട്ടതല്ലാത്ത ഖളാ വീട്ടലല്ലാത്ത എല്ലാ നോമ്പുകളും, നോമ്പ് വെറുക്കപ്പെടാത്ത, നോമ്പ് ഹറാമാക്കപ്പെടാത്ത ദിവസത്തിൽ കാലത്തിൽ സംഭവിക്കുന്ന എല്ലാ നോമ്പുകളുമാകുന്നു മുത്തലാഖ്. പിന്നെ ഗ്രന്ഥകാരൻ പറഞ്ഞു വൽ മുഖയ്യദു, മുഖയ്യദായ നോമ്പ്, അതും സുന്നത്തായ നോമ്പിന്റെ വകുപ്പിലുണ്ട്. മുഖയ്യദായ നോമ്പ് അതേതാണ്? മുഖയ്യദ് അതൊരു നിർണിത കാലത്തിന് സമയത്തിന് ബന്ധിതമായ നോമ്പാണ്. യൗമു അറഫ, അറഫ നോമ്പ്, അറഫ ദിവസം. ആശൂറ, ആശൂറ നോമ്പ്, അറഫ ദുൽഹജ്ജ് 9, ആശൂറ മുഹറം 10. വൽ ഇസ്നൈൻ തിങ്കളാഴ്ച നോമ്പ്, വൽ ഖമീസ് വ്യാഴാഴ്ച നോമ്പ്, വസിത്തത്തു അയ്യാമിൻ ബഅദ റമദാൻ ഫി ഷവ്വാൽ, ഷവ്വാലിൽ റമദാനിന് ശേഷം 6 ദിവസത്തെ നോമ്പ്, വസലാസു മിൻ കുല്ലി ഷഹർ എല്ലാ മാസത്തിലെയും 3 നോമ്പ്, വൽ മുഹറം മുഹറമിലെ നോമ്പ്, വ ഷഅബാൻ ഷഅബാനിലെയും നോമ്പ്. മുഹറമിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു പരിഗണനയിൽ പിന്നെ ഷഅബാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിയിരുന്ന മാസം അത് ഷഅബാൻ ആയിരുന്നു. ഖാന യസൂമു കുല്ലഹു എന്നാണ്. ഷഅബാൻ മുഴുവനും എന്നാണ്, ഏറെക്കുറെ എല്ലാ ഭാഗവും എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നോമ്പുകളെ ഗ്രന്ഥകാരൻ 3 ഖിസ്മുകളാക്കി, വകുപ്പുകളാക്കി തിരിച്ചു. അതിൽ ഫർദ് നോമ്പുണ്ട്, പിന്നെ വാജിബ് നോമ്പുണ്ട്, സുന്നത്തായ നോമ്പുണ്ട്, സുന്നത്തിൽ മുത്തലഖായവയുണ്ട്, സുന്നത്തിൽ മുഖയ്യദായവയുമുണ്ട്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രന്ഥകാരൻ നോമ്പിന്റെ 4 വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ നോമ്പിനെ ഫസാദാക്കുന്ന കാര്യങ്ങൾ അത് തുടർന്ന് പഠിക്കാം, വായിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു നമുക്ക് ഏവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.